എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ എൻ്റെ ഉപ്പ ഏറെ കൊതിച്ചതാണ് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന്. അതുകൊണ്ട് എൻ്റെ ഉപ്പാൻ്റെ ഖബറിൻ്റെ അടുത്ത് ഞാൻ പോവും. ഇപ്പം ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചു, യാത്രയിലൊക്കെ പ്രാർത്ഥിക്കും. നമ്മളൊക്കെ നമ്മുടെ ഉപ്പാർക്ക് വേണ്ടി ഉമ്മാർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ എൻ്റെ ഉപ്പാൻ്റെ ഖബറിൻ്റെ അടുത്ത് ചെല്ലും, ആ ഖബറിലേക്ക് ഇങ്ങനെ നോക്കും. എൻ്റെ ഉപ്പയുടെ പാസ്റ്റിനെ കുറിച്ച് ഞാൻ ആലോചിക്കും. എൻ്റെ പ്രിയങ്കരനായ പിതാവിന് വേണ്ടി ആ ഖബറിൻ്റെ അടുത്ത് നിന്ന് ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ഇങ്ങനെ ഒറ്റ വീഴും. പടച്ചോനെ പുറത്തു കൊടുക്കണേ അല്ലാ, കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തിയ വാപ്പയാണ്, ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി വിഷമിച്ച ഉപ്പയാണ്. പടച്ചോനെ നീ അല്ലാതെ പുറത്തു കൊടുക്കാൻ ആരുമില്ല, പുറത്തു കൊടുക്കണേ അല്ലാ. ഇങ്ങനൊരു ഖബർ സിയാറത്തുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അത് സുന്നത്താണ്. നമ്മൾ ഖബറിൻ്റെ അടുത്ത് പോകുന്നത് പ്രാർത്ഥിക്കണമെന്ന അർത്ഥത്തിലല്ല. അവിടെ പോയിട്ടും പ്രാർത്ഥിക്കാം അള്ളാഹുവിനോട്, വീട്ടിൽ നിന്നും പ്രാർത്ഥിക്കാം, ഇപ്പൊ ഈ സ്റ്റേജിൽ നിന്ന് പ്രാർത്ഥിച്ചു, യാത്രയിൽ പ്രാർത്ഥിക്കാം, എപ്പോഴും പ്രാർത്ഥിക്കാം. പക്ഷെ ഖബറിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്കൊരു മരണബോധം കിട്ടും, നമുക്കൊരു പരലോകബോധം കിട്ടും. അതാണ് നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഖബർ സിയാറത്ത് ചെയ്യുക എന്നത് ഞാൻ എൻ്റെ നബിയാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്യുന്ന ഒരു സുന്നത്ത് പാലിക്കുമ്പോ മുത്തുനബിയോട് കാണിക്കുന്ന ഇഷ്ടമാണ്, സ്നേഹമാണത്. അതാ മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഞാൻ ആ ഖബറിന്റെ അടുത്ത് ചെന്ന് ആ ഖബറാളിയോടെങ്ങാനും എന്റെ സങ്കടം പറഞ്ഞാലോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം പറഞ്ഞ ദഅവത്തിനോട് നടത്തുന്ന ധിക്കാരമാണ്. അള്ളാഹുവിന്റെ 6236ഓളം വരുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളാകുന്ന കലാമുല്ലാഹി അൽ മുനസ്സൽ അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിവാസിത്തത്തി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന ഖുർആനിന്റെ വചനാമൃതങ്ങളോട് നടത്തുന്ന ധിക്കാരമാണത്. അത് അള്ളാഹ് പൊറുക്കാത്ത തെറ്റാണ്. അതുകൊണ്ട് നമ്മുടെ ഉമ്മാക്ക് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യ്, ഉപ്പാക്ക് വേണ്ടി ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് ദുആ ചെയ്യ്. ഖബറിനടുത്ത് ചെന്നും ചെല്ലാതെയും ദുആ ചെയ്യ്. മരിച്ചുപോയ മഹത്തുക്കളായ ഉസ്താദ്മാർക്ക് വേണ്ടി ദുആ ചെയ്യ് അള്ളാഹിനോട്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ പണ്ഡിതന്മാർക്ക് വേണ്ടി ദുആ ചെയ്യ്. സാധാരണക്കാർക്ക് വേണ്ടി ഓടി നടന്നു ഇങ്ങനൊരു കുടുംബ വിജ്ഞാന വേദി വെക്കാൻ, ഈ വീട്ടുമുറ്റത്തേക്ക് നിങ്ങളെ എത്തിക്കാൻ നിങ്ങളുടെ വീടുകളിൽ വന്ന് വിളിച്ചവർ അല്ലേ, അവർ ഒരുപക്ഷെ സ്റ്റേജിൽ കയറിയിട്ടുണ്ടാവില്ല, അവരെ ഒരുപക്ഷെ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്, ഇരുട്ടിലും വെളിച്ചത്തിലും നമ്മളെ കാണുന്ന റബ്ബ്, ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും കൺട്രോൾ ചെയ്യുന്ന റബ്ബ്, ശരീരമാസകലം കൺട്രോൾ ചെയ്യുന്ന, ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ്, അവനറിയാം ഈ ഒരു പ്രോഗ്രാം വിജയത്തിലെത്താൻ ഏത് പാവപ്പെട്ടവനാണ് ഓടി നടന്നതെന്ന്. അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ റബ്ബിനോട് പറ നമ്മുടെ വേദന, നമ്മുടെ വിഷമം, നമ്മുടെ പ്രശ്നം. അവൻ കേൾക്കും, എപ്പോഴും കേൾക്കുന്നവനാ, പരിധിയില്ലാതെ കേൾക്കുന്ന ആളാ, പരിധിയില്ലാതെ കേൾക്കുന്നവനാ അല്ലേ. ആ മഹാശക്തിയോട്, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോട് പറയൂ സുഹൃത്തുക്കളെ. അത് ദീനിനോട് ചെയ്യുന്ന ഇഷ്ടവും സ്നേഹവും മര്യാദയും നിർബന്ധവുമാണ്. അങ്ങനെ നമുക്ക് ദീന് മനസ്സിലാക്കാൻ കഴിയണം. ഞാൻ പറഞ്ഞത് കോർവയിൽ പറയല്ല നിങ്ങളോട്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണമെന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. നബിയുടെ കൂടെ സഞ്ചരിക്കാൻ, എല്ലാ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പൊ അവിടുന്ന് പറഞ്ഞതാണ് എന്ത്, ഈ 3 സൗഭാഗ്യം. അതിനാ ഞാൻ അതൊക്കെ ഇത്രയും വിശദീകരിച്ചത്. ഈ 3 സൗഭാഗ്യം അവിടുന്ന് പറഞ്ഞതാണ് കേട്ടോ. ഈ 3 സൗഭാഗ്യം അവിടുന്ന് പറഞ്ഞത് എന്ത്, നല്ല വീടുണ്ടാവുക, നല്ല വാഹനം ഉണ്ടാവുക, നല്ലൊരു ഭാര്യയെ കിട്ടുക, ദുനിയാവിലെ സൗഭാഗ്യം. പിന്നെ തലേ ചൊറിഞ്ഞ് ടെൻഷൻ പറയാൻ പാടില്ല. നല്ല വീടുണ്ട്, നല്ല വാഹനമുണ്ട്, നല്ലൊരു ഭാര്യയുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കേൾക്കുമ്പോൾ ഒരു സുഖമില്ല എന്ന് പറയാൻ പാടില്ല. എല്ലാ സൗഭാഗ്യം കിട്ടി, എന്താണെന്നറിയില്ല, ഒരു സുഖമില്ല എന്ന് അങ്ങനെ പറയാനേ പാടില്ല. ഈ 3 ദുനിയാവിലെ 3 സൗഭാഗ്യം കിട്ടിയ ആളാണോ പറയണത്. നല്ല വീടുണ്ട്, നല്ല വാഹനമുണ്ട്, നല്ലൊരു ഭാര്യയുണ്ട്. നല്ല ഭാര്യ എന്ന് ഉദ്ദേശിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ഭാര്യ എന്നല്ല. കാണാൻ ചിലപ്പോൾ കറുത്ത ശരീരമാകാം, പക്ഷെ തൂവെള്ള വെളുത്ത ഹൃദയമുണ്ടാവും അവൾക്ക്. അതാണ് നല്ല ഭാര്യ. മനസ്സിലായില്ലേ? തൊലി വെളുപ്പ് ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ചൊറിയാണ് വന്ന് മാറുന്നില്ല. പ്ലാസ്റ്റിക് സർജറി ചെയ്താൽ പോലും മാറൂല. അങ്ങനത്തെ ഒരു ചൊറി വന്നാൽ നിങ്ങളെ സൗന്ദര്യ സങ്കല്പമൊക്കെ പോയി. മനസ്സിന്റെ സൗന്ദര്യം അത് ഈമാനിലൂടെ കിട്ടുന്ന സൗന്ദര്യമാണ്. കണ്ണൂരിലെ സലീം ഖാന്റെ ഭാര്യ അല്ലേ, കണ്ണൂരിലെ സലീം ഖാന്റെ ഭാര്യ കുറേ കൊല്ലങ്ങളാണ്, 10 അല്ല 20 അല്ല
വർഷങ്ങളോളം വാട്ടർ ബെഡിൽ കിടന്ന സലീംക്ക കല്യാണം കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാനും മാസങ്ങളോ ദിവസങ്ങളോ കഴിഞ്ഞപ്പോഴേക്ക് തളർന്നു. സലീംഖാൻ്റെ ഭാര്യനോട് പറഞ്ഞു, നീ പൊയ്ക്കോ, ഞാൻ ഒഴിവാക്കി തരാം. എനിക്കിനി ഒരു ജീവിതത്തിൽ എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ ഒന്നിനും കഴിയില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് അറിഞ്ഞിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിനക്കൊരു ജീവിതം കിട്ടിക്കോട്ടെ, നീ പൊയ്ക്കോ. പോയില്ല എന്ന് മാത്രമല്ല, വാട്ടർ ബെഡിൽ പതിറ്റാണ്ടുകൾ നോക്കിയിട്ട് 20-30 കൊല്ലം അതിലധികം കൊല്ലം വാട്ടർ ബെഡിൽ കിടത്തി സലീംക്കയുടെ മലവും മൂത്രവും തൻ്റെ കൈകൊണ്ട് വൃത്തിയാക്കി കൊടുത്ത് വായിൽ ഭക്ഷണം വെച്ചു കൊടുത്ത് നേരെ സ്നേഹത്തോടെ നോക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവസാനം മരിക്കുന്നതിൻ്റെ അവസാന ആ മരണ സമയത്തോടടുത്ത സമയത്ത് സലീംഖാൻ്റെ ഭാര്യ ഡോക്ടർമാരോട് പറഞ്ഞു, എൻ്റെ സലീംക്കയെ ഇനിയും കൂടുതൽ കാലം കിട്ടാൻ എന്തെങ്കിലും വിറ്റിട്ടാണെങ്കിലും ഞാൻ നോക്കാൻ റെഡിയാണ്. ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ പറയണം. അതാ ഡോക്ടർമാർ പറയാ. മനസ്സിലായില്ലേ? അത് ഹൃദയത്തിലെ ഈമാനിൻ്റെ വെളുപ്പാണ്. അവർക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. അർഹമായ പ്രതിഫലം. എത്ര പ്രശ്നങ്ങളാ കുടുംബത്തിലൊക്കെ. എന്താ പ്രശ്നം ഉണ്ടായത്? ചെറിയ ചെറിയ പ്രശ്നങ്ങളാ. അത് വിട്ടുകൊടുക്കാൻ ഭാര്യ റെഡിയില്ല, ഭർത്താവ് റെഡിയില്ല. ഇതൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ പല കുടുംബ പ്രശ്നങ്ങളും തീർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്താ സംസാരിച്ചു വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. വെറുതെ ചെറിയ പ്രശ്നത്തെ പർവ്വതീകരിക്കുക, കുശുമ്പ് കാണിക്കുക, കുറുമ്പ് കാണിക്കുക, വാശി കാണിക്കുക. ഇങ്ങനെയാണ്. അവിടുത്തെ വീട്ടുകാരെ പറ്റി പറഞ്ഞു, ഇവിടുത്തെ വീട്ടുകാരെ പറ്റി പറഞ്ഞു. ആ അവസാനം ഉള്ളി തൊലിച്ചതുപോലെ ഒന്നുമില്ല. അവസാനം പൊളിച്ചു നോക്കുമ്പോൾ ഒന്നുമില്ല പറയാൻ. ഇങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ എന്ത് മുഅ്മിനീങ്ങളാ? നമ്മൾ എന്ത് ഈമാനുള്ളവരാ? നമ്മൾ അല്ലാഹുവിൻ്റെ റസൂലിന്റെ സുന്നത്തിനെ സ്വീകരിക്കുന്ന ആളുകളാ? നമ്മൾ ഖുർആൻ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകളാ? ആണോ? ഏതായത്താണ് നമ്മുടെ മനസ്സിൽ ഫലിച്ചത്? ഏതായത്തിന്റെ അർത്ഥശകലങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ തട്ടിയത്? എല്ലാ ദിവസവും വ്യഭിചാരത്തിന്റെ ലോകത്തേക്ക് പോയ കൂട്ടുകാരുടെ മുമ്പിൽ പന്തയം വെച്ച് ഞാൻ അന്യ സ്ത്രീകളുമായി ബന്ധത്തിലേർപ്പെടുമെന്ന് പറഞ്ഞ ഫുളൈൽ ഇബ്നു അയ്യാൽ എന്ന് പറയുന്ന മനുഷ്യൻ, താബീങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യനാ ഫുളൈൽ ഇബ്നു അയ്യാൽ. അയാള് ചുറ്റുഭാഗത്തുള്ള തന്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ ഓരോ ദിവസവും വേറെ വേറെ സ്ത്രീകളെ സമീപിച്ച് ഒരു വ്യഭിചാരത്തിന്റെ മായാലോകത്തിലെ സുഖം കണ്ടെത്തുമെന്ന് പറഞ്ഞ് പന്തയം വെച്ച മനുഷ്യൻ. അങ്ങനെ ഒരു ദിവസം തന്റെ ഇംഗിതത്തിനും ഇഷ്ടത്തിനും ആരെയും കിട്ടാതെ വന്നപ്പോ തന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആരും കൂടെയില്ലാത്ത തന്റെ ഉമ്മയുടെ പ്രായമുള്ള വൃദ്ധയായ ഒരു സ്ത്രീയുടെ അടുക്കിലേക്ക് ഈ പന്തയം ജയിക്കാൻ വേണ്ടി പോവാ. ഈത്തപ്പന ഓല കൊണ്ട് മറച്ചുണ്ടാക്കിയ വീട്ടിനുള്ളിലേക്ക് ഫുളൈൽ എന്ന് പറയുന്ന മനുഷ്യൻ കാട്ടറബി അങ്ങ് കയറിച്ചെന്ന് എന്നിട്ട് ഈ ഉമ്മയെ സമീപിക്കാൻ പോകുമ്പോൾ ഉമ്മ സൂറത്തിൽ ഹദീദ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുക ഖുർആനിൽ നിന്ന്. അലം യഅനി ലില്ലദീന ആമാനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാ. അല്ലാഹുവിനെ ഭയപ്പെട്ട് മനുഷ്യരെ, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിൽ വിശ്വാസമുള്ളവരെ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക്, നിങ്ങളുടെ കൽബുകൾക്ക് വിറക്കാൻ, പിടക്കാൻ, ചിന്തിക്കാൻ സമയമായിട്ടില്ലേ എന്ന ചോദ്യം ഈ വയസ്സായ ഉമ്മയുടെ നാവിൻ തുമ്പിലൂടെ ഖുർആനിന്റെ ആയത്ത് പുറത്തേക്ക് വന്ന് ഫുളൈലിന്റെ കർണപുടത്തിൽ തട്ടി. ഫുളൈൽ ഞെട്ടിത്തെറിച്ചു. മനുഷ്യരെ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് വിറക്കാൻ സമയമായിട്ടില്ലേ? ആലോചിക്കാൻ സമയമായിട്ടില്ലേ? പിടക്കാൻ സമയമായിട്ടില്ലേ? ഈത്തപ്പന ഓല കൊണ്ട് മറച്ചുണ്ടാക്കിയ ആ വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഫുളൈൽ തന്റെ വീട്ടിലേക്ക് ഓടി. തന്റെ ചൂണ്ടുവിരൽ ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അടിച്ചോക്ക് നിങ്ങൾ നെറ്റില്. ഫുളൈൽ ഇബ്നു അയ്യാൽ എന്ന താബീങ്ങളുടെ കാലഘട്ടത്തിലെ റഹ്മത്തുള്ളാഹി അലൈഹി ഒന്ന് അടിച്ചോക്കി. ശിഷ്ടകാലം കരഞ്ഞു കരഞ്ഞു തീർക്കുന്നു. എന്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളെ ഓരോ സമയവും മനസ്സിൽ നിന്ന് തികട്ടി പുറത്തു വന്ന്, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബേ, ഒരുപാട് ബാല്യം ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു റബ്ബേ. ബാക്കിയുള്ള കാലം എനിക്ക് നേരെ ജീവിക്കാൻ പശ്ചാത്തപിച്ച് എന്റെ കണ്ണുകൾ നനഞ്ഞ് പടച്ചവനെ, എന്റെ ഡ്രസ്സ്, എന്റെ വസ്ത്രം കുതിർന്നു പോയിട്ടുണ്ട്. സ്വീകരിക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ. അറിവില്ലായ്മ കൊണ്ട് ചെയ്തു കൂട്ടിയ തെറ്റുകളെ നീ മായ്ച്ചു കളയണേ റബ്ബേ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ആര് വിളിച്ചാലും ഓടിയിറങ്ങി ഫുളൈൽ എന്ന് പറയുന്ന മനുഷ്യൻ പടച്ചവന് വേണ്ടി, ദീനിന് വേണ്ടി ജീവിക്കുന്ന, മരണം വരെ പടച്ചവന്റെ മാർഗത്തിൽ അടരാടുന്ന ഒരു ഫുളൈലിനെയാണ് പിന്നീട് ശിഷ്ടകാലം ആളുകൾ കണ്ടത്. ഒരായത്തിന്റെ കഷ്ടമാണ് കേട്ടത്.
കുടുംബ വിജ്ഞാന വേദിയിൽ വന്നിരുന്ന് എത്ര ആയത്തുകൾ എത്ര ഹദീസുകൾ കേട്ട് മടങ്ങുമ്പോഴും മനസ്സ് പാകപ്പെടുന്നില്ലെങ്കിൽ, ഹൃദയം നടുങ്ങുന്നില്ലെങ്കിൽ, ആലോചനാ നിമഗ്നരായി മാറാൻ കഴിയുന്നില്ലെങ്കിൽ, ഇല്ല ഹൃദയത്തിൽ ഒരു വേദനയും വരുന്നില്ലെങ്കിൽ, തിന്മകളുടെ ആ ശക്തി എന്നെയും നിങ്ങളെയും മൂടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, തിന്മയെ പൊട്ടിച്ചു കളഞ്ഞ് നന്മയിലേക്ക് കുതിച്ചു പോകാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ലെങ്കിൽ, ലോകത്തിന്റെ രക്ഷിതാവിന്റെ മുമ്പിലേക്ക് ഉയർത്തിപ്പിടിച്ച കരങ്ങൾ, വിറയ്ക്കുന്ന കരങ്ങൾ, ഇടറിയ തൊണ്ടയുമായി വിറയ്ക്കുന്ന ചുണ്ടുകളുമായി പടച്ചവനെ ആളുകൾ കുറഞ്ഞുകയാണ്. ഞാൻ തെറ്റ് ചെയ്തവനാണ് അല്ലാ, എന്റെ ഭർത്താവിനോട് എന്റെ ഭാര്യയോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ട്, മക്കളെ പോറ്റുന്നതിൽ പടച്ചവനെ ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ട്, മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിൽ എന്റെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ട്, ഇടപാടുകളിൽ ക്രയവിക്രയങ്ങളിൽ പടച്ചവനെ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, പുറത്തു തരണേ റബ്ബേ. ഈ പാതിരാത്രിയിൽ നിന്റെ മുമ്പിൽ ജനങ്ങളെ കുറങ്ങുമ്പോ ജനങ്ങൾ ഉറങ്ങിക്കിടക്കെ ഞാൻ എഴുന്നേറ്റ് നിന്നോട് പറയുന്നത് തട്ടിക്കലയല്ല റബ്ബേ എന്ന് പറഞ്ഞ് വിറക്കുന്ന കൈകളുമായി രാത്രി 3 മണിക്കും 4 മണിക്കും എഴുന്നേറ്റ് പുലർച്ചെ എഴുന്നേറ്റ് പൊട്ടിക്കരഞ്ഞു പറയാൻ റെഡിയായിട്ടുണ്ടോ ഞാനും നിങ്ങളും? ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റേണ്ടെന്നാണ് അർത്ഥം. മാറ്റേണ്ടെന്നാണ് അർത്ഥം. കുടുംബത്തെക്കുറിച്ച് നമ്മൾ നല്ല ഒരു ഭാര്യ നല്ല ഭർത്താവ് ഒരു ക്ലാസ് കേട്ട് പോയിട്ട് കാര്യമില്ല. ശരിയാകണം. നമ്മുടെ ജീവിതം ധന്യമാക്കണം. മുത്തുനബിയുടെ ചാരത്ത് നമുക്ക് നാളെ ചെന്ന് നിൽക്കാൻ കഴിയണം. അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഹൗലുൽ കൗസർ എന്ന് നല്ല തേനിനേക്കാൾ മധുരമുള്ള പാലിനേക്കാൾ വെളുത്ത വെള്ളം അവിടുത്തെ കൈ കൊണ്ട് കോരിത്തരുമ്പോ വാങ്ങി കുടിക്കാൻ അകന്നുപോ എന്ന് പറഞ്ഞ് ആട്ടിയോടിക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാവരുത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആളുകൾ അങ്ങനെ വിചാരിക്കുന്നത് ഇപ്പൊ നബിദിനം എന്നൊക്കെ പറഞ്ഞ ദിവസം വരും, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായി സ്നേഹിക്കണം എന്ന് ഞാൻ പറഞ്ഞു. സാന്ദർഭികമായിട്ട് പറയാ, അങ്ങനത്തെ ഒരു ദിവസമൊക്കെ വരാൻ പോവുക. അങ്ങനെ ഒരു ദിവസം സഹാബികൾക്ക് പരിചയമല്ല. നിങ്ങൾ ചിന്തിച്ചിട്ട്, ഞങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി പറയാ നാട്ടിലെ ആളുകളോട്, എങ്ങോട്ട് തുപ്പണം എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. തുപ്പുമ്പോ ഇടത് ഭാഗത്തേക്ക് തുപ്പിക്കോ പറഞ്ഞിട്ടില്ലേ? മുടി ചീകുമ്പോ വലതു ഭാഗത്തുനിന്ന് തുടങ്ങിക്കോ. സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ടില്ലേ? ചെരുപ്പിടുമ്പോ നിങ്ങൾ ആദ്യം വലത്തേക്കാലിട് പറഞ്ഞിട്ടില്ലേ? ചിന്തിച്ചോക്ക്. കിടക്കുമ്പോ നിങ്ങൾ അടുപ്പിൽ നിന്ന് വിറക് പുകയുന്നുണ്ടെങ്കിൽ കെടുത്തിയിട്ടല്ലാതെ ഉറങ്ങരുത്. അടിച്ചു വെച്ച ഷർട്ട് രണ്ടാമത് അണിയുമ്പോ ആ വസ്ത്രം കൊടയണേ. വല്ല പാറ്റയും വല്ല പ്രാണിയും ഉണ്ടാവും. നിന്റെ ബെഡിൽ നീ ഉറങ്ങുന്നതിന് മുമ്പ് വിരിപ്പ് തട്ടണേ. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ റസൂല് പറഞ്ഞതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ആലയിൽ കൊണ്ടുപോയി കൊല്ലന്റെ അടുത്ത് കൊണ്ടുപോയി ഒരു കത്തിയോ കോടാലിയോ മൂർച്ച കൂട്ടി വരുമ്പോ മൂർച്ചയുള്ള ഭാഗം നിന്റെ ഭാഗത്തേക്ക് തിരിച്ചു പിടിക്കണേ. ദീന് പഠിപ്പിച്ചതാ. ഒരു കോടാലി ഇങ്ങനെ, നിങ്ങൾ കോടാലി അറിയില്ലേ? എന്താ പറയാ? കോടാലി മഴു എന്നൊക്കെ പറയും. അത് മൂർച്ച കൂട്ടിയിട്ട് വരുമ്പോഴേ നമ്മളെ ഭാഗത്തേക്ക് തിരിച്ചു പിടിക്കുക. എന്തിനാ അറിയോ? നമ്മളെ ശരീരത്തിൽ മെല്ലെ തട്ടുമ്പോഴേക്ക് നമ്മൾ അറിയും. ഓപ്പോസിറ്റ് തിരിച്ചു പിടിച്ച് ഇങ്ങനെ സ്പീഡിൽ പോകുന്ന വേറെ ആരെങ്കിലും കാലുമ്പോൾ കൊളത്തും നമ്മളറിയില്ല. അതുകൊണ്ട് അതുവരെ അള്ളാന്റെ മതം പഠിപ്പിച്ചതാ. മനസ്സിലായില്ലേ? അതുവരെ പഠിപ്പിച്ചു. എന്നിട്ട് 2 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുന്നത് അള്ളാന്റെ റസൂലിന്റെ ജന്മദിനാഘോഷം. അള്ളാഹു നേർവഴി എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു ആഘോഷം ഉണ്ടെങ്കിൽ അള്ളാന്റെ റസൂൽ പഠിപ്പിക്കൂലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ട് ആയിഷ ബീവി എത്ര കൊല്ല ഭൂമിയിൽ ബാക്കിയായത്? എത്ര കൊല്ല? 68-ാമത്തെ വയസ്സിൽ ആയിഷ ബീവി ലോകത്തോട് വിട പറയണത്. 68-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ ആയിഷ ബീവിക്ക് 18 വയസ്സുള്ളൂ. അപ്പൊ ഏകദേശം 40 കൊല്ലം അള്ളാന്റെ റസൂല് വഫാത്തായിട്ടും ആരുണ്ട്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉണ്ട്. എന്നിട്ട് ഏതെങ്കിലും ഒരു റബീഉൽ അവ്വൽ വന്നപ്പോ, ഇന്ന് എൻ്റെ ഭർത്താവിൻ്റെ മുത്തുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം എന്ന് പറഞ്ഞിട്ട് ഒരു കാരക്ക ഇങ്ങനെ കീറിയിട്ട് അവിടുത്തെ ഏതെങ്കിലും അയൽവാസിക്ക് ഇന്ന് എൻ്റെ ഭർത്താവിൻ്റെ റഹ്മത്തുല്ലിൽ ആലമീനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാട്ടോ എന്ന് പറഞ്ഞ് ഒരു കാരക്ക ഇങ്ങനെ കീറിയിട്ട് കൊടുത്തതുണ്ടെങ്കിൽ നമുക്ക് മട്ടണോ ഒട്ടകോ എന്തെങ്കിലും വെച്ചിട്ട് ആഘോഷിച്ചോളി. ഉണ്ടോ? 10-40 കൊല്ലം പിന്നെയും ജീവിച്ചിട്ട്. അപ്പോൾ ഓൽക്കൊന്നും നബിയോട് സ്നേഹമില്ലേ?
ഞാൻ നേരത്തെ പറഞ്ഞ ഈ സൊഫിന്ന് ഇങ്ങനെ കയറി നിന്ന് നബിയുടെ വയറ്റത്തൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ മത്സരിച്ച ഈ സ്വഹാബിക്ക് അള്ളാന്റെ റസൂലോട് ഇഷ്ടല്ലേ? ഇല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗുഹയിലിരിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ല പരിക്കുമേൽക്കുമോ എന്ന് വിചാരിച്ച്, ആരെങ്കിലും കണ്ടുപോകുമോ എന്ന് വിചാരിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നടുങ്ങുമ്പോൾ അള്ളാഹു ഉണ്ട് നമ്മുടെ കൂടെ അബൂബക്കറെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നബിയുടെ വഫാത്തിന് ശേഷം ഒന്നാമത്തെ ഖലീഫയാകുമ്പോൾ മുത്തുനബിയോട് സ്നേഹത്തിന്റെ പേരിൽ ഒരു ജന്മദിനാഘോഷം നടത്തി കാണിച്ചെന്നോ? അസ്ലുൽ മൗലിദി ബിദ്അ, പണ്ഡിതന്മാർ പറഞ്ഞതാ. അങ്ങനെ ഒരു ജന്മദിനാഘോഷത്തിന്റെ അസ്ല് തന്നെ ബിദ്അത്താണ്. ഇത് പറയുമ്പോൾ നമുക്ക് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഷ്ടമില്ലാത്ത ടീമാന്ന് പറയും ചില ആളുകൾ. തെറ്റിദ്ധരിച്ചതാണ്, തെറ്റിദ്ധരിക്കുകയാണ്. നമ്മൾ പറയുന്നത്, ഞാൻ എൻ്റെ ഉപ്പ, ഞാൻ പറഞ്ഞില്ലേ 2002 എൻ്റെ ഉപ്പ മരിച്ചു. എൻ്റെ ഉപ്പ എന്നോട് പറയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഞാൻ കൊണ്ടുപോകും. എൻ്റെ ഉപ്പ പറയും എൻ്റെ ഗുളിക തീർന്നിട്ടുണ്ട് പെട്ടെന്ന് പോയിട്ട് വാങ്ങി, ഞാൻ വാങ്ങും. എൻ്റെ ഉപ്പ പറയും ചൂടുവെള്ളം മോനെ എടുത്തു കൊടുക്കും. ഇതൊക്കെ എൻ്റെ വാപ്പാനോട് ചെയ്യുന്ന സ്നേഹം. എൻ്റെ വാപ്പ പറയാം എന്നോട് ചൂടുവെള്ളം വേണം, ഞാൻ കേൾക്കാത്ത പോലെ നിന്നു. എൻ്റെ വാപ്പ പറഞ്ഞു ഗുളിക വേണം, ഞാൻ കേട്ടിട്ടേ ഇല്ലാത്ത പോലെ നിന്നു. എൻ്റെ വാപ്പ എന്നോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു, ഞാൻ കേൾക്കാത്ത പോലെ നിന്നു. എന്നിട്ട് എൻ്റെ വാപ്പ മരിച്ചതിന് ശേഷം ഞാൻ അങ്ങാടിക്ക് ഇറങ്ങിയിട്ട് പറയാം എൻ്റെ വാപ്പാനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് മുദ്രാവാക്യം വിളിച്ചാലോ? ഇത് അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ തല്ലും. ഇന്ന് മുസ്ലിം ഉമ്മത്തിൻ്റെ അവസ്ഥ എന്താ അറിയോ? അള്ളാന്റെ റസൂൽ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യണില്ല, ചെയ്യണ്ടാറ് നമ്മൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഡേറ്റ് വരുമ്പോൾ റോട്ടിൽ ഇറങ്ങിയിട്ട് ലൈനിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുക. സഹോദരങ്ങളെ, തെറ്റിദ്ധരിച്ചു പോയതാണ്. തിരുത്തണമെന്ന് നമുക്ക് മനുഷ്യരോട് പറയാലോ, തിരുത്തണം എന്ന് പറയാൻ. സഹാബികളാരും നിങ്ങൾ പഠിച്ചോളൂ. നമ്മൾ ഇന്ന് കാണിക്കണ പോലെ ഒരു ജന്മദിനാഘോഷം ഒരു മാസം തിരഞ്ഞെടുത്ത് അതിലൊരു ദിവസം തിരഞ്ഞെടുത്ത്, ഇപ്പം എൻ്റെ നാട്ടിലെ 2 പള്ളിയിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ ജന്മദിനാഘോഷം ഒന്ന് ഒരു ദിവസം മറ്റൊന്ന് വേറെ ദിവസമാണ്. അപ്പോൾ ചോദിച്ചാൽ എന്താ നിങ്ങൾ അങ്ങനെ? സാധാരണ ചിലപ്പോൾ തലേന്ന് പിറ്റേന്നൊക്കെ ഉണ്ടാവരുത്, ഒരു ആഴ്ച നീണ്ടു. അപ്പോൾ പറഞ്ഞു സെക്രട്ടറി ഉമ്മറക്ക് പോയിക്കാണ്, മൂപ്പര് പോയി വരട്ടേന്ന്. അപ്പോൾ ഒരു തമാശക്ക് പറയല്ലേ ഞാനിത്. അവിടുത്തെ സെക്രട്ടറി ഉമ്മറക്ക് പോയിക്കാണ്, അപ്പോൾ അയാൾ വരണം. അപ്പോൾ ഇതിന് ഡേറ്റ് ഒന്നുമില്ല, അപ്പോൾ കണക്കൊന്നുമില്ലേ? ഞാൻ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുക നിങ്ങളോട്. ഒരു മാസം എല്ലാ ദിവസവും ഇങ്ങനെ ഒരു മാസത്തിൽ എല്ലാ ദിവസവും ജനിക്കുക. ആ പള്ളിയിൽ തിങ്കളാഴ്ച, ഇപ്പുറത്തെ പള്ളിയിൽ ചൊവ്വാഴ്ച, അപ്പുറത്തെ പള്ളിയിൽ ബുധനാഴ്ച, ഇവിടെ 8-ാം തീയതി, അവിടെ 10-ാം തീയതി, അവിടെ 12-ാം തീയതി, അവിടെ 15-ാം തീയതി. ഇങ്ങനെ ഒരു ആഘോഷം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഡിയാണ്. എത്ര ദിവസം നടത്താനും റെഡിയാണ് ആ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, റസൂലുള്ളാഹിന്റെ ഭാര്യമാരാരും നടത്തിയില്ല, സ്വഹാബികൾ ആരും നടത്തിയിട്ടില്ല, ഇല്ല താബീങ്ങൾ ആരും നടത്തിയിട്ടില്ല, 4 മദ്ഹബിന്റെ ഇമാമുകൾ ആരും നടത്തിയിട്ടില്ല. നിങ്ങൾ ചോദിച്ചോ, അന്വേഷിച്ചോ, നിങ്ങൾ പഠിക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉസ്താദിനോട് ഇങ്ങനെ ഒരു ക്ലാസ് കേട്ടു, മദ്ഹബിന്റെ ഇമാമുകൾ വരെ, സ്വഹാബികളൊക്കെ പോട്ടെ, മദ്ഹബിന്റെ ഇമാമുകൾ വരെ ഈ ജന്മദിനാഘോഷം നമ്മൾ നടത്തുന്ന പോലെ ഒരു ആഘോഷം, ഇങ്ങനെ ഒരു പരിപാടി ഒരു മാസം തിരഞ്ഞെടുത്ത് ഒരു ഡേറ്റ് തിരഞ്ഞെടുത്ത് നടത്തിയിട്ടില്ല എന്ന് കേട്ടു. ശരിയാണോ? ഉണ്ടെങ്കിൽ ഏത് കിതാബിലുള്ളത്? ഇല്ലാന്ന്. ഇതൊരു രാജാവ് കേട്ടോ, മുളഫർ എന്ന് പറഞ്ഞൊരു രാജാവ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തുടങ്ങി വെച്ചൊരു പരിപാടിയാണ്. സ്വഹാബത്തിന് അറിയില്ല, താബീങ്ങൾക്കറിയില്ല, മദ്ഹബിന്റെ ഇമാമുകൾക്കറിയില്ല. മുത്തുനബി സ്വന്തം ബർത്ത്ഡേ എന്നപ്പോൾ അങ്ങനെ വിചാരിക്കുക മിണ്ടാതിരുന്നതാണ്. ഇപ്പോൾ സ്വന്തം ബർത്ത്ഡേ ആഘോഷിക്കാൻ പറഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ. ഇല്ല. എന്നാ മരണത്തിന് ശേഷം ഭാര്യമാരാരെങ്കിലും നടത്തണ്ടേ? 4 ഖലീഫമാരാരെങ്കിലും നടത്തണ്ടേ? അതിനുശേഷം വന്ന ഖലീഫമാരാരെങ്കിലും നടത്തണ്ടേ? സ്വഹാബികളെ കണ്ട താബീങ്ങളാരെങ്കിലും നടത്തണ്ടേ? താബീങ്ങളെ കണ്ട പണ്ഡിതന്മാരാരെങ്കിലും നടത്തണ്ടേ? മദ്ഹബിന്റെ ഇമാമുകൾ ആരെങ്കിലും നടത്തണ്ടേ? ആരും നടത്തിയിട്ടില്ല. ഇനി കുറേ എൻ്റെയൊക്കെ നാട്ടിലുള്ളൊരു സമ്പ്രദായം ഞാൻ പറയാട്ടോ. ഈ സമയമാകുമ്പോൾ ഒരു ബോർഡ് വരും. ആ ബോർഡിൽ എന്താ ഉണ്ടാവുമോ? ഞങ്ങൾ നടത്തുന്നത് പോലെ ഒരു ആഘോഷം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം ഞങ്ങൾ നടത്തുന്നത് പോലെ നടത്തരുത് എന്ന് ഖുർആനിൽ നിന്നൊരായത്ത് കാണിച്ചു തന്നാൽ, ഒരായത്തിന് 1 കോടി, 2 ആയത്തുണ്ടെങ്കിൽ 2 കോടി, നമ്പറൊക്കെ കൊടുക്കും. അപ്പോൾ സാധാരണക്കാർ വിചാരിക്കും ഭയങ്കര സംഭവമാണ്, ഒരായത്ത് കൊടുത്താൽ 1 കോടി തരാനാ പറയണത്. അപ്പം ഞാൻ ഈ ഓരിമുക്ക് ആളുകളോട് പറയാം, ഈ ഓരിമുക്കിൽ ഈ മുറ്റത്ത് ഇവിടുത്തെ പണ്ഡിതന്മാർ ഉസ്താദന്മാർ ദർസ് പഠിക്കുന്ന കുട്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് നിന്നിട്ട് ഒരു ഡാൻസ് കളിച്ച് ഇങ്ങനെ ഒരു ദിക്റ് ചൊല്ലി. അപ്പോൾ ഇവിടുത്തെ വീട്ടുകാരൊക്കെ പറഞ്ഞു ഇതൊന്നും ഇവിടെ മുമ്പില്ലല്ലോ. അപ്പോൾ ആ ഉസ്താദ് പറഞ്ഞു ഇങ്ങനെ ഈ മുറ്റത്ത്
ഞങ്ങൾ റൗണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു ദിക്കറൊക്കെ ചൊല്ലി ഒരു ഡാൻസ് കളിക്കാൻ പാടില്ല എന്ന് ഖുറാനിൽ ഒരു ആയത്ത് കാണിച്ചാൽ ഞങ്ങൾക്ക് 10 കോടി തരാൻ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്താ കാണിച്ചു കൊടുക്കാൻ പറ്റാത്തത്? അതിപ്പോ പുതിയതൊരാളുണ്ടാക്കിയതാണ്, എങ്ങനെ ഖുറാനിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുക? എന്നതുപോലെ ഇസ്ലാമിൽ ഒരു ആചാരമുണ്ടെങ്കിൽ അതിനാണ് രേഖ ഉണ്ടാവുക. നമ്മളൊന്ന് പുതിയ ഉണ്ടാക്കിയിട്ട് അതില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് പറയണത്. ഞാൻ പറഞ്ഞല്ലോ, മുടി ചീക്കുമ്പോൾ വലത് ഭാഗത്ത് നിന്ന് തുടങ്ങുന്നു നമ്മൾ പറയാണ്. അതെവിടെ തെളിവ്? ഹദീസിലുണ്ട്. ചെരുപ്പിടുമ്പോൾ വലത് കാലം ആദ്യം ഇട്, എവിടെ തെളിവ്? ഹദീസിലുണ്ട്. പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോൾ ഒരു വഴിയിലൂടെ പോയി തിരിച്ചു വരുമ്പോൾ വേറെ വഴിയിലൂടെ വാ, ഹദീസിലുണ്ട്. ഈദ്ഗാഹിലേക്ക് എത്തിയാൽ വേറെ സുന്നത്ത് നമസ്കാരമില്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുണ്ട്. അല്ലേ? പെരുന്നാളിനേക്കാൾ വലിയൊരു ആഘോഷമായിട്ട്, ലൈലത്തുൽ ഖദറിനേക്കാൾ വലിയ ആഘോഷമായിട്ട് ഒരക്ഷരം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല പറഞ്ഞാല് അതിനെക്കുറിച്ച് ഒറ്റൊരക്ഷരം അതിനെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, മറന്നുപോയി എന്ന് പറയാൻ പറ്റുമോ? ഇത്ര പോരെ അതിനെക്കുറിച്ച് ചിന്തിക്കാന്? 2 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം, ലൈലത്തുൽ ഖദറിനേക്കാൾ വലിയ ആഘോഷം നബിദിനം, എന്നിട്ട് ഹദീസിലില്ല, ഖുർആനിലില്ല, എവിടെയില്ല, അല്ലാഹുവിന്റെ റസൂൽ മറന്നുപോയി എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം, പഠിക്കണം. സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. നമ്മളെല്ലാവരും സ്വർഗത്തിലെത്താനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും, ഈ പരിസരത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും അള്ളാഹുവിന്റെ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ച് നാളെ സ്വർഗത്തിലെത്തണമെന്ന് കൊതിക്കണേ. അതിന്റെ റൂട്ട് ശരിയാകണം. ലക്ഷ്യം നമ്മുടേതൊക്കെ ഒന്നാണ്, റൂട്ടും റെഡിയാകണം. എന്നിട്ട് ആ റൂട്ട് ക്ലിയർ ആണോ എന്ന് പരിശോധിക്കണം. നമ്മളെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാവാം, നമ്മളൊക്കെ മനുഷ്യരാണ്. കുല്ലു ബിനി ആദം ഖതാഉൻ ഖൈറുൽ ഖതാഈന അത്തവാബൂൻ. മനുഷ്യരാണ് തെറ്റ് ചെയ്യുക. ആദമിന്റെ മക്കളായി പിറന്നവരൊക്കെ തെറ്റ് ചെയ്യും. തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാണ്. നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം, നിങ്ങളുടെ വാക്കിൽ ഇന്ന തെറ്റുണ്ട്, ഇന്ന പ്രവൃത്തിയിൽ ഇന്ന തെറ്റുണ്ട്, നമുക്ക് തിരുത്താം. നമ്മൾ മനുഷ്യരല്ലേ? എന്നിട്ട് നമുക്ക് ഒരുമിച്ച് നാളെ ആ ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം ആഗ്രഹിച്ച് പ്രവർത്തിക്കാം, പടച്ചവന്റെ ദീനിനു വേണ്ടി. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.